ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഡിലീഷ്യസ് ഫുഡ് കോർണർ. ഇന്ന് നമുക്കൊരു പഫി കേക്ക് ഉണ്ടാക്കാം. ടേസ്റ്റി ആയിട്ടുള്ള പഫി റവ കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: അരക്കപ്പ് റവ, 1/4 കപ്പ് പഞ്ചസാര, 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഉപ്പ്, 2 കോഴിമുട്ട. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 2 കോഴിമുട്ടകൾ ഉടച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചതായിരിക്കുന്ന 1/2 കപ്പ് റവ ആഡ് ചെയ്തെടുക്കുക. റവയും മുട്ടയും ഇതുപോലെ നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിരിക്കുന്ന ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി പഞ്ചസാരയും ഇതുമായി നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാര അതിൽ അലിഞ്ഞ് ചേരുന്ന വിധത്തിൽ ഇത് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ആവശ്യമായ ഉപ്പൂടെ ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇതിൽ ഞാൻ എക്സ്ട്രാ വാനില എസൻസോട് ചേർത്തിട്ടുണ്ട്. അത് ആവശ്യമാണെങ്കിൽ മാത്രം ചേർക്കുക. ഈ ഒരു തിക്നെസ്സിൽ കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ് കിട്ടിയ ശേഷം നമുക്കത് ഒരു 15 മിനിറ്റത്തേക്കും മാറ്റി വെക്കാം. 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ഇത് കുറേ കൂടെ തിക്കായിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഓയിൽ ചൂടാക്കാം. ഓയിൽ ചൂടായതിനു ശേഷം സ്പൂൺ ഉപയോഗിച്ച് പ്രകാരം ഫ്രൈ ചെയ്യാവുന്നതാണ്. ഇത് മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം ഇത് ഹൈ ഫ്ലെയിമിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഷുഗർ ആഡ് ചെയ്തതനുസരിച്ച് ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോയേക്കാം. എന്നാൽ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. 2 സൈഡും ഇപ്രകാരം ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ കാണാൻ പറ്റും നല്ല പഫി ആയിട്ടുണ്ട്. അതോടൊപ്പം വാനില എസൻസിൻ്റെ സ്മെല്ലിലൂടെ പുറത്ത് വരുന്നുണ്ട്. വളരെ എളുപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്സാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.